ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ മൊബൈൽ വ്ളോഗ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സബ്മറൈൻ സീരീസിന്റെ 8ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ഒരു 2-3 എപ്പിസോഡുകളിലായിട്ട് നമ്മൾ സബ്മറൈൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. തികച്ചും കമൻറ്റ് ബോക്സിൽ നമുക്ക് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, വീണ്ടും നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് മാറുകയാണോ, സബ്മറൈനിലേക്ക് തിരിച്ചു വരേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള മെസ്സേജുകൾ ഞാൻ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എപ്പിസോഡുകളിൽ നമ്മൾ വീണ്ടും സബ്മറൈൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈനുകളെ കുറിച്ചാണ്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും പലരും ഈ ഒരു വേർഡ് എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ എന്ന് പറയുന്നത്. കാരണം എയർക്രാഫ്റ്റ് ക്യാരിയറുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എയർക്രാഫ്റ്റ് ക്യാരിയർ ഷിപ്പുകൾ കടലിൽ കിടന്നുകൊണ്ട് വിമാനങ്ങളെ വഹിച്ചുകൊണ്ട് നടക്കാനും അവയെ ഓപ്പറേറ്റ് ചെയ്യാനും ഒരു റൺവേ ഒക്കെ കൂടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എയർക്രാഫ്റ്റ് ക്യാരിയർ ഷിപ്പുകൾ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ എയർക്രാഫ്റ്റ് ക്യാരിയർ ഷിപ്പ് നേരത്തെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1971 ഇൻഡോ പാക് യുദ്ധത്തിൻ്റെയൊക്കെ വിജയ പതാക പാറിപ്പിക്കുവാൻ മുമ്പിൽ നിന്നിട്ടുള്ള നമ്മുടെ INS വിക്രാന്ത് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുന്നത്. പക്ഷേ വിമാനവാഹിനി സബ്മറൈനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ചിന്തകൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ സംഭവങ്ങളല്ല. അതായത് 1ാം ലോക മഹായുദ്ധ കാലത്ത് തന്നെ ഇത്തരം സബ്മറൈനുകളെ കുറിച്ച് പല നേവികളും ചിന്തിക്കുകയും അതിനെക്കുറിച്ചുള്ള പല പരീക്ഷണങ്ങളും നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് ഇത്തരം ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചെടുക്കുന്നത് ജർമ്മനിയാണ് ഈ പരീക്ഷണങ്ങളിലും അതുപോലെ നിർമ്മാണങ്ങളിലേക്കൊക്കെ വരുന്നത്. പക്ഷേ അതൊന്നും തന്നെ പൂർണ്ണമായിട്ടുള്ള ഒരു സബ്മറൈൻ സിസ്റ്റം ആയിരുന്നില്ല. എന്നാൽ 2ാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ്റെ ആ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു മുഖം നമ്മൾ കാണുന്നത്. ഇന്നും ലോകം ചർച്ച ചെയ്യപ്പെടുന്ന, അതായത് 2ാം ലോക മഹായുദ്ധ കാലത്തെ ഏറ്റവും വലിയ സബ്മറൈൻ ആയിട്ടുള്ള ജപ്പാന്റെ സബ്മറൈനാണ്. I-400 സീരീസിലുള്ള എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈനാണ് അന്ന് ജപ്പാൻ നിർമ്മിച്ചത്. വളരെ നീളമുള്ള ഒരു സബ്മറൈൻ എന്ന് തന്നെ പറയാം. അന്ന് കാലത്ത് യുദ്ധമുഖത്തുണ്ടായ എല്ലാ രാജ്യങ്ങളുടെയും സബ്മറൈനുകളിൽ വെച്ചിട്ട് ഏറ്റവും നീളമുള്ള സബ്മറൈനായിരുന്നു I-400 സീരീസ്. ജപ്പാൻ ഒരുപാട് യുദ്ധതന്ത്രങ്ങൾ അപ്ഡേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള യുദ്ധതന്ത്രങ്ങൾ പ്രയോഗിച്ചിരുന്ന 2ാം ലോക മഹായുദ്ധ കാലത്തെ ഒരു രാജ്യമാണ് ജപ്പാൻ. കാരണം അവരുടെ ആളുകൾ ഉയരം കൊണ്ട് വളരെ ചെറുതാണെങ്കിലും ബുദ്ധി കൊണ്ട് വളരെ മുന്നിട്ട് നിൽക്കുന്ന ടെക്നോളജികളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ആകാശ യുദ്ധം അഥവാ ഫ്ലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ള യുദ്ധ വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യുദ്ധത്തിലായാലും യുദ്ധ കപ്പലുകൾ ഉപയോഗിച്ചുള്ള യുദ്ധത്തിനായാലും നേർക്കുനേർ നിന്ന് പോരടിക്കുന്ന യുദ്ധതന്ത്രങ്ങളുടെ വലിയ ഉദാഹരണമായിരുന്നു ജപ്പാൻ 2ാം ലോക മഹായുദ്ധ കാലത്ത് കാഴ്ചവെച്ചിരുന്നത്. അമേരിക്കയുടെ പേൾ ഹാർബർ എന്ന് പറയുന്ന തുറമുഖം ആക്രമിച്ചതിന് ശേഷം അമേരിക്ക തിരിച്ചടിക്കുന്നത് നേരിട്ടുള്ളൊരു യുദ്ധതന്ത്രത്തിലൂടെയല്ല, അതിലുപരിയായിട്ട് ആറ്റം ബോംബ് ഇട്ടുകൊണ്ടാണ്. അവരുടെ 2 നഗരങ്ങളിൽ ആറ്റം ബോംബ് ഇട്ടുകൊണ്ടാണ് ജപ്പാനെ അമേരിക്ക തകർക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ. അങ്ങനെയാണ് ജപ്പാൻ കീഴടങ്ങുന്നത്. ആ 2 ഹിരോഷിമയിലും നാഗസാക്കിയിലും ആറ്റം ബോംബ് ഇട്ടതോടുകൂടി ജപ്പാൻ പൂർണ്ണമായിട്ട് തകരുകയും ലക്ഷക്കണക്കിന് ആൾക്കാരുകൾ ഒരേ സമയം തന്നെ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു അറ്റാക്കായിരുന്നു ഈ ആറ്റം ബോംബ് വെച്ചിട്ടുള്ള ഒരു യുദ്ധം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു യുദ്ധമല്ല നടന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ജപ്പാൻ ഈ യുദ്ധത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു സഖ്യകക്ഷിയിൽ ഒരു പ്രധാന രാഷ്ട്രമായി മാറുമായിരുന്നു എന്ന് തന്നെയാണ് ചരിത്രം വിലയിരുത്തുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. I-400 എന്ന എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ ജപ്പാൻ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സബ്മറൈനെ കുറിച്ചാണ് ചർച്ച. അപ്പോൾ ഇവരുടെ ആർമിയിലെ നേതൃത്വം ആണ് ഇങ്ങനൊരു പ്രപ്പോസൽ വെച്ചത്. അതായത് സബ്മറൈനിൽ എയർക്രാഫ്റ്റുകൾ കൊണ്ടുപോവുകയും എന്നാൽ ഒരു പ്രധാന സ്ഥലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റാക്ക് നടത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥലങ്ങളിലെത്തി ഈ സബ്മറൈൻ പൊന്തിക്കിടുന്ന ഇതിൽ നിന്നുള്ള എയർക്രാഫ്റ്റുകൾ വിക്ഷേപിച്ചുകൊണ്ട് ഒരു എയർ ഫൈറ്റ് നടത്തുക എന്നുള്ള ആ ഒരു ടെക്നോളജി, ആ ഒരു ഐഡിയ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചത് ജപ്പാൻ ആർമിയിലെ തന്നെ വലിയ ഉദ്യോഗസ്ഥരാണ്. അങ്ങനെയാണ് ഈ I-400 സീരീസിലുള്ള സബ്മറൈൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. 1942കളിലാണ് ഇങ്ങനൊരു പ്രപ്പോസൽ വരുന്നത്. ആദ്യത്തെ തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. കാരണം ഈ ഒരു സബ്മറൈനിൽ അവർ ഉദ്ദേശിച്ചത് 3 വിമാനങ്ങൾ കൊണ്ടുപോകുന്ന രീതിയിലുള്ളൊരു എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈനാണ് ഒരു I-400 സീരീസിലായിട്ട് ഉദ്ദേശിച്ചത്.
അങ്ങനെ ഇതിൻ്റെ പണി 1942 ഇതിൻ്റെ ഡിസൈനിങ് ആരംഭിച്ചു. അപ്പോൾ സാധാരണ സബ്മറൈനുകളുടെ ഒരു വലിപ്പം പോരാ, അതിനേക്കാളും കൂടുതൽ വലിപ്പം വേണം ഇത്രയും ഫെസിലിറ്റീസ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി. അങ്ങനെ അവർ 122 മീറ്റർ നീളത്തിലുള്ള സബ്മറൈനാണ് ഡിസൈൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ 12 മീറ്റർ ആണ് ഇതിൻ്റെ ഒരു വീതി. അന്ന് കാലത്ത് ഉണ്ടായിരുന്ന സബ്മറൈനുകൾ വെച്ചിട്ട് ഇത് വലിയൊരു ഗ്രാൻഡ് സബ്മറൈൻ ആയിരുന്നു എന്ന് പറയാൻ കാരണം ഇത് തന്നെയാണ്. അങ്ങനെ ഈ ഒരു സംഭവം ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു സബ്മറൈൻ എയർക്രാഫ്റ്റുകളെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് വിമാനങ്ങളും ഡിസൈൻ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സംഭവം. എയർക്രാഫ്റ്റ് ക്യാരിയറിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ എയർക്രാഫ്റ്റ് ക്യാരിയറിൻ്റെ മുകൾ ഭാഗം, അതായത് ഈ പറയുന്ന സബ്മറൈൻ്റെ മുകൾ ഭാഗം ഒരു എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ വേണ്ടിയുള്ള ഒരു ട്യൂബ് ലെവലിലാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഈ ട്യൂബ് ലെവലിൻ്റെ ഒരു സൈഡിൽ ഓപ്പൺ ചെയ്യുകയും അവിടെ നിന്നാണ് ഈ വിമാനങ്ങളെ തൊടുത്തു വിടാനുള്ള ഒരു സിസ്റ്റവും ഉണ്ടാക്കിയിരിക്കുകയാണ്. അങ്ങനെയായിരുന്നു ഈ ഒരു I-400 ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ആ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ വിമാനത്തെ നിർത്തണം. അപ്പോൾ തികച്ചും ഒരു യുദ്ധവിമാനത്തിൻ്റെ ചിറകുകൾ വിരിച്ചിട്ടുള്ള അവസ്ഥയിൽ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ ഇതിനെ ഫിറ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ചിറകും വാലിൻ്റെ ഭാഗത്തുള്ള റഡർ ടൈലും ഒക്കെ തന്നെ മടക്കി വെക്കാവുന്ന ഒരു ഡിസൈനുള്ള വിമാനം, ഒരു സീ പ്ലെയിനാണ് ഇതിനു വേണ്ടിയിട്ട് അവർ ഡിസൈൻ ചെയ്തത്. ഈ വിമാനത്തിൻ്റെ പേര് തന്നെ IGM-6A-7 എന്നായിരുന്നു ഈ സീ പ്ലെയിൻ്റെ പേര്. ഇങ്ങനത്തെ 3 സീ പ്ലെയിനാണ് ഒരു സബ്മറൈനിൽ ഇവർ ഫിക്സ് ചെയ്തത്. ഈ സീ പ്ലെയിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചിറകുകൾ നേരെ വളച്ചൊടിച്ച് ഇതിൻ്റെ ബോഡിയോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കും. മാത്രമല്ല ഇതിൻ്റെ വാലിൻ്റെ അവിടെയുള്ള എലവേറ്റർ സിസ്റ്റം, അതുപോലെ തന്നെ റഡർ ടൈല്, ഈ പറയുന്ന സംഭവങ്ങളുടെ ഭാഗത്തും മടക്കി ഒടിച്ചു വയ്ക്കാനുള്ള ഒരു സംവിധാനമുണ്ട്. മാത്രമല്ല ഈ ഒരു ഫ്ലൈറ്റുകൾക്ക് 800 കിലോഗ്രാം പേലോഡ് വഹിച്ചുകൊണ്ട്, അതായത് 800 കിലോഗ്രാം ഭാരമുള്ള ഒരു ബോംബോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടോർപിഡോയോ ഒക്കെ വഹിച്ചുകൊണ്ട് പോകാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഈ ഒരു വിമാനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 1000 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. കാരണം ഇത് ഒരു വട്ടം ഫ്യൂവൽ ചെയ്ത് കഴിഞ്ഞാൽ 1000 കിലോമീറ്റർ സഞ്ചരിക്കാനുള്ള കഴിവുണ്ട് ഈ വിമാനത്തിന്. മാത്രമല്ല ഇതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 475 km/h സ്പീഡിൽ ഇതിന് സഞ്ചരിക്കാൻ കഴിയും. 2ാം ലോക ആയുധകാലത്ത് ഇങ്ങനെ ഒരു ഫെസിലിറ്റിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് ഒരു വിമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തെ ഫൈറ്റിംഗ് ജെറ്റുകളായിട്ട് അത് കമ്പയർ ചെയ്യരുത്. കാരണം ഇതൊരു പ്രൊപ്പലർ ഉള്ള ഒരു സിംഗിൾ എഞ്ചിനുള്ളൊരു ഫൈറ്റിംഗ് വിമാനമാണ്. മാത്രമല്ല ഇതിന് അന്ന് കാലത്ത് ഈ പറയുന്ന അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കുമ്പോൾ തന്നെ 475 കിലോമീറ്റർ സ്പീഡിൽ അതിന് സഞ്ചരിക്കാനും 1000 കിലോമീറ്റർ അതിന് കവർ ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. 2ാം ലോക ആയുധകാലത്ത് ഈ സബ്മറൈനിൽ നിന്നുള്ള എയർ ഫൈറ്റിന് അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അങ്ങനെയാണ് ഈ വിമാനം ഡിസൈൻ ചെയ്തത്. അപ്പോൾ ഇത് വിക്ഷേപിക്കണമെങ്കിൽ ഒരു റൺവേ വേണം. ആ ഒരു റൺവേ ഇതിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സബ്മറൈനിൽ സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇതിലും പണ്ടത്തെ എയർക്രാഫ്റ്റുകളിലൊക്കെ ടെക്നോളജി ഉപയോഗിച്ചിരുന്ന അതുപോലുള്ള ഒരു പ്രത്യേക രീതി തന്നെയാണ് ഇതിന് ഉണ്ടാക്കിയത്. കാരണം ഇതിൻ്റെ ആ ഒരു വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ആ ഒരു ട്യൂബ് പോലുള്ള സംവിധാനം തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പുറത്ത് കാണുന്നത് ഒരു എയർ കൺവെയർ പോലുള്ള ഒരു സിസ്റ്റമാണ്. അതായത് ഒരു പ്രത്യേക പാത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് വിമാനത്തിന്. ഈ ട്യൂബിൽ നിന്നും വിമാനം പുറത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിമാനത്തിന് ചിറകും വാലും നേരെയാക്കുന്നു. അങ്ങനെ അത് ഫിക്സ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൺവെയർ ബെൽറ്റ് പോലുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു കൺവെയർ സിസ്റ്റം പോലുള്ള ഒരു പാത്ത് ആണ് ഇതിൻ്റെ ഫ്രണ്ടിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു അമ്പിൽ നിന്നും അമ്പും വില്ലും നമുക്കറിയാം. ആ അമ്പ് തൊടുത്തു വിടുന്ന പോലെ ഈ വിമാനത്തിന് ബാക്കിൽ നിന്നും ഒരു സംഭവം വലിച്ച് ടൈറ്റ് ചെയ്ത് തൊടുത്തു വിടുന്ന പോലെ അത് സ്പ്രിങ് ആക്ഷനിൽ തൊടുത്തു വിടാണ് ഈ വിമാനത്തിന് ചെയ്യുന്നത്. അപ്പോൾ ഈ വിമാനം ഇവിടെ നിന്ന് പറന്നു പോകുന്നു. ഈ വിമാനത്തിന് പ്രത്യേകതയുണ്ട്. ഇത് നമ്മുടെ കരയിൽ അല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൺവേയിൽ ഇറങ്ങാവുന്ന ഒരു സിസ്റ്റം അല്ല ഈ വിമാനത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വിമാനത്തിന് വെള്ളത്തിൽ ഇറങ്ങാനുള്ള ഒരു സിസ്റ്റമാണ്. അതിൻ്റെ അടിയിൽ 2 വെള്ളത്തിൽ ഇറങ്ങാനുള്ള സംവിധാനങ്ങളാണ് ഈ വിമാനത്തിന് ഈ ട്യൂബിൽ നിന്ന് പുറത്ത് വരുമ്പോൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഈ വിമാനം ഇതിൻ്റെ 800 കിലോ വെയിറ്റുള്ള ബോംബ് എവിടെയാണോ ഡ്രോപ്പ് ചെയ്യേണ്ടത് അവിടെ ഡ്രോപ്പ് ചെയ്യുക. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ച് തിരിച്ചു വന്നിട്ട് ഈ വിമാനം ഇറങ്ങുന്നത് ഇതിൻ്റെ ഒരിക്കലും ഇതിൻ്റെ എയർ സ്ട്രിപ്പിൽ ഇറങ്ങാവുന്ന ഒരു ഡിസൈൻ അല്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഈ വിമാനം ഇറങ്ങുന്നത്
ഇത് വെള്ളത്തിലാണ് ഇറങ്ങുക. അങ്ങനെ ഈ പറയുന്ന സബ്മറൈൻ ഇതിനെ കാത്തു കിടക്കും, ഇതിൻ്റെ അടുത്ത് വന്നിട്ട് ഈ വെള്ളത്തിലെ വിമാനം ഇറങ്ങും. അങ്ങനെ ഈ വിമാനത്തിനെ ഒരു ക്രെയിൻ ഉപയോഗിച്ച് പൊക്കി സബ്മറൈനിലേക്ക് വെക്കുകയും ഈ പറയുന്ന കൺവെയർ സിസ്റ്റം പോലുള്ള സംവിധാനത്തിലേക്ക് വെച്ച് ഇതിൻ്റെ ചിറകുകളൊക്കെ മടക്കി വീണ്ടും ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വയ്ക്കുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു സബ്മറൈനിൽ ഡിസൈൻ ചെയ്യപ്പെട്ടത്. വളരെ 3 വിമാനങ്ങളെ വഹിക്കാവുന്ന അങ്ങനെ വളരെ ടെക്നോളജി പരമായിട്ടുള്ള ഒരു സംഭവമാണ് അന്ന് ജപ്പാൻ I-400 സീരീസിൽ ഇവർ വികസിപ്പിച്ചെടുത്തത്. ലോകത്ത് തന്നെ വളരെ അത്ഭുതം പകരുന്ന ഒരു എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ ആയിരുന്നു I-400 സീരീസ്. മാത്രമല്ല ഈ ഒരു സബ്മറൈന് മുമ്പിൽ 8 ടോർപിഡോ ട്യൂബ്സ് ആണ് ഉണ്ടായിരുന്നത്. അതായത് ഒരേ സമയം തന്നെ 8 ടോർപിഡോസ് ഫ്രണ്ടിൽ നിന്ന് വിക്ഷേപിക്കാം. അതിനൊക്കെയുള്ള സിസ്റ്റംസ് ഇവരുടെ ഈ പറയുന്ന സബ്മറൈനിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവരുടെ ഈ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനത്തെ സബ്മറൈനുകൾ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ച് 100 മീറ്റർ ഡെപ്തിലാണ് ഇതിന് സഞ്ചരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ പറയുന്ന അടിയിലൂടെ വെള്ളത്തിനടിയിലൂടെ സഞ്ചരിച്ചിട്ട് എവിടെയാണോ വാർ നടക്കുന്നതിനടുത്ത് പോയിട്ട് ആ കടലിനെ അവിടെ നിന്ന് പൊന്തി അവിടെ നിന്ന് ഓരോ സബ്മറൈനിൽ നിന്ന് 3 എയർക്രാഫ്റ്റുകൾ വീതം വിട്ട് ഒരു സ്ട്രൈക്ക് നടത്താനുള്ള ആ ഒരു ബുദ്ധിപരമായിട്ടുള്ള നീക്കമായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള 3 സബ്മറൈനുകളാണ് പിന്നീട് അവർ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ വന്നപ്പോൾ ഈ ആറ്റം ബോംബും കാര്യങ്ങളൊക്കെ ഇട്ട് ജപ്പാൻ അമേരിക്കയ്ക്ക് കീഴടങ്ങിയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ കടലിൽ വെച്ചിട്ട് ഈ I-400 സീരീസ് സബ്മറൈൻ ഇവരുടെ അതായത് അമേരിക്കൻ ഡിസ്ട്രോയർ ഷിപ്പുകൾക്ക് കീഴടങ്ങേണ്ടി വന്നു. അവിടെ വെച്ച് ഇവർ കീഴടങ്ങി ഇവരെ മുഴുവൻ ഇതിലത്തെ ജീവനക്കാരെയൊക്കെ അമേരിക്കൻ നേവി കൊണ്ടുപോയി. അതുപോലെ തന്നെ ഈ സബ്മറൈനും അവർ കൊണ്ടുപോയി. ഈ സബ്മറൈൻ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു അന്ന് അമേരിക്കൻ നേവിക്ക്. കാരണം ഇത്ര വലുപ്പമുള്ള ആ ഒരു സബ്മറൈൻ അന്ന് ലോകത്ത് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത്രയും എയർക്രാഫ്റ്റ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സബ്മറൈൻ ആയിരുന്നു. അന്ന് അവർ ഈ സാധനത്തെക്കുറിച്ചൊക്കെ പഠനം നടത്തി, ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പഠനം നടത്തിയതിന് ശേഷം ഇതിൻ്റെ ടെക്നോളജികളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഈ എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ നശിപ്പിച്ച് കളയായിരുന്നു, കടലിലുകൊണ്ട് മുക്കി എന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിലുണ്ടായിരുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള സീ പ്ലെയിനുകളും അറ്റാക്കിംഗ് പ്ലെയിനുകളും ഒക്കെ തന്നെ ഒക്കെ നശിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ റീസ്റ്റോർ ചെയ്തെടുത്തിട്ടുള്ള ഒരു പ്ലെയിൻ ഈ പറയുന്ന സബ്മറൈന് വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു പ്ലെയിൻ ഇപ്പോഴും വാഷിങ്ടണിലെ ഒരു മ്യൂസിയത്തിൽ അമേരിക്ക സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് I-400 സബ്മറൈൻ്റെ ആ ഒരു നിർമ്മാണ ചരിത്രം. അതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടാക്കിയെടുത്തതിൻ്റെ പിന്നിലത്തെ ആ ഒരു ലാസ്റ്റ് ഇതിൻ്റെ ഹിസ്റ്ററിയും ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ പല രാജ്യങ്ങളും, ഉദാഹരണത്തിന് ഫ്രാൻസ് ആയാലും ഇറ്റലി ആയാലും ജർമ്മനി ആയാലും ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാലും ലോകം കണ്ടതിൽ വെച്ച് വേൾഡ് വാർ 2 സമയത്ത് ഇത്രയധികം ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇത്രയധികം ആശ്ചര്യത്തോടുകൂടി അമേരിക്ക നോക്കി കണ്ടിട്ടുള്ള ഒരു എയർക്രാഫ്റ്റ് ക്യാരിയർ സബ്മറൈൻ I-400 സീരീസിലെ പോലെ തന്നെ വേറൊന്നുമില്ല. I-400, I-400-1, I-400-2 എന്നിങ്ങനെ 3 സബ്മറൈനുകളാണ് ഇത് ഉണ്ടാക്കിയെടുത്തത്. അന്ന് കാലഘട്ടത്തെ ആ ഒരു ടെക്നോളജി എന്ന് പറയുന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ I-400 കുറിച്ചുള്ള വിവരങ്ങളാണ് ഇത്രയും നമ്മൾ ചർച്ച ചെയ്ത്. അങ്ങനെ ഇന്നത്തെ ചർച്ചകളിലൂടെ അവസാനിക്കുന്നു, ഇന്നത്തെ കാഴ്ചകളും അവസാനിക്കുന്നു. മറ്റു കൂടുതൽ ഡീറ്റെയിൽസുമായി അടുത്ത വ്ളോഗിൽ കാണാം. ബൈ.